നമസ്കാരം. ലോകം ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത ഇന്നലെ രാത്രി വൈകി എത്തി. വാസ്തവത്തിൽ അത്തരമൊരു സന്തോഷ വാർത്ത ഉണ്ടായേക്കും എന്ന കാര്യത്തിൽ ആശങ്കയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം മണിക്കൂറുകളോളം നീണ്ടുപോയിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന യോഗം വിളിച്ചു ചേർത്തപ്പോൾ മണിക്കൂറുകൾ വൈകി. ഇസ്രായേൽ ക്യാബിനറ്റിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടതുള്ളതുകൊണ്ടാണ് യോഗം നീണ്ടുപോയത്. ഇറ്റാമീർ ബെൻഗീവർ പൂർണ്ണമായും ഈ നിർദ്ദേശങ്ങളെ എതിർത്തിരുന്നു. ജൂയിഷ് പവർ എന്ന അതിതീവ്ര സയണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ബെൻഗീവറിന് ഒരു തരത്തിലും ഹമാസിനെ അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് മുൻപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് തനിക്ക് വിയോജിപ്പാണ് എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അട്ടിമറിക്കും എന്ന് പ്രഖ്യാപിച്ച് മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ ബെൻഗീവറിൻ്റെ ആശങ്ക അംഗീകരിക്കുന്നെന്നും ഒരു കാരണവശാലും ഹമാസിനെ ഭാവി ഫലസ്തീനിൽ ഒരു റോളും ഉണ്ടാവില്ല എന്ന് നെതന്യാഹു ഉറപ്പു നൽകിയതിനു ശേഷമാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അങ്ങനെ രാത്രി വൈകി ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ട്രംപ് മുമ്പോട്ട് വെച്ച 20 നിർദ്ദേശത്തിന് കൈകൊടുക്കുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സമാധാന കരാറിൻ്റെ ഏറ്റവും ആദ്യത്തെ ആവശ്യം വെടിനിർത്തലാണ്. ഇങ്ങനെയൊരു നിർദ്ദേശം ട്രംപ് മുമ്പോട്ട് വയ്ക്കുകയും ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ മുതൽ, ഏതാണ്ട് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ തോത് കുറച്ചിരുന്നു. ഗാസയെ ആക്രമിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി വെടിനിർത്തൽ ഇന്നലെ രാത്രി മുതൽ നിലവിൽ വന്നു. ഇനി ഈ കരാറിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് വരെ ഇസ്രായേൽ ഗാസയിലോ ഫലസ്തീൻ്റെ ഏതെങ്കിലും പ്രദേശത്തോ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തുകയില്ല. ആദ്യത്തെ കരാർ അങ്ങനെ നടപ്പിൽ വന്നു. ഇനി ഇസ്രായേൽ ചെയ്യേണ്ട ഒരു പണി കൂടിയുണ്ട്. ഏതാണ്ട് 70% ഗാസയെ അവർ കീഴടക്കി നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും ഒന്നാം പിന്മാറ്റം നടത്തേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഗസ വിടുകയല്ല. 3 പദ്ധതികളായാണ് പിന്മാറ്റത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പദ്ധതി ഭാഗം ആദ്യം കുറച്ച് പിന്നോട്ട് മാറുക എന്നതാണ്. അതിന് ഇസ്രായേൽ ഇന്നലെ തന്നെ ഉത്തരവ് കൊടുത്തു. ഇസ്രായേൽ സേന അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന ഗാസയിലെ ആദ്യ ലൈനിൽ നിന്നും പിന്നോട്ട് മാറുന്നു. അത് ഇന്ന് തന്നെ പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ളത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ്. അത് തിങ്കളാഴ്ച നടപ്പിലാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇസ്രായേൽ വെടിനിർത്തി കഴിഞ്ഞാൽ 72 മണിക്കൂറിനകം തടവിലാക്കിയിരിക്കുന്ന 48 പേരെ വിട്ടയക്കണം എന്നതാണത്. 48-ൽ 20 പേർ ജീവനോടെ ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. 28 പേരുടെ മൃതദേഹമാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഈ 48 പേരെയും ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെതാണ്. അത് ഉറപ്പാക്കും എന്ന് ട്രംപ് ഹമാസിന് വാക്കു കൊടുത്തിട്ടുണ്ട്. 250 ജീവപര്യന്തം തടവുകാരെയും 2023 ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ സേന തടവിലാക്കിയ 1700 ഫലസ്തീനികളെ വിട്ടയക്കണം എന്നതാണ് കരാർ. 28 മൃതദേഹമടക്കം 48 പേരെ വിട്ടുകിട്ടിയാൽ ഉടൻ തന്നെ 250 ജീവപര്യന്തം തടവുകാരടക്കം ഏതാണ്ട് 2000 പേരെ ഇസ്രായേൽ ഫലസ്തീന് വിട്ടുകൊടുക്കണം. ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം ബാക്കിയാണ്. ഇസ്രായേൽ അത് സമ്മതിച്ചിട്ടുണ്ട്. ട്രംപ് അത് ചെയ്യിപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്നാൽ വിട്ടുകൊടുക്കുന്ന 250 തടവുകാരുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു. ഏറ്റവും ഹീനമായ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് നിരവധി ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട അനേകം ക്രിമിനൽ തടവുകാരെ വിട്ടുകൊടുക്കേണ്ടി വരും എന്നത് ഇസ്രായേലിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിൽ 3 പേരുകൾ ശ്രദ്ധേയമാണ്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ഫലസ്തീനിയൻ ലിബറേഷൻ എന്ന ഭീകര സംഘടനയുടെ സെക്രട്ടറി ജനറലായ അഹമ്മദ് സാദത്താണ്. ഒരു ഇസ്രായേൽ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതടക്കം അനേകം ഇസ്രായേലികളുടെ ജീവൻ എടുത്തതടക്കമുള്ള വിഷയങ്ങളിൽ കുറ്റക്കാരനായി കണ്ടെത്തി വിചാരണ പൂർത്തിയാക്കി പല ജീവപര്യന്തം തടവുകൾക്ക് വിധിക്കപ്പെട്ട ആളാണ് അഹമ്മദ് സാദത്ത്. രണ്ടാമത്തത് ഇബ്രാഹിം ഹമീദാണ്. ഹമാസിൻ്റെ മിലിറ്ററി വിഭാഗത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ്. 46 പേരുടെ ജീവനെടുത്ത ഒരു കൂട്ടക്കൊലയടക്കം അനേകം ജൂതന്മാരുടെ ജീവനെടുത്ത നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 54 ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ് ഇബ്രാഹിം ഹമീദ്. മൂന്നാമത്തത് അബ്ബാസ് അൽ സയ്യിദാണ്. സയ്യിദും ഹമാസിൻ്റെ മിലിറ്ററി കമാൻഡർമാരിൽ ഒരാളാണ്. ഏതാണ്ട് 30ഓളം ഇസ്രായേലി പൗരന്മാരുടെ ജീവനെടുത്ത കുറ്റകൃത്യത്തിന് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അൽ സയ്യദ്. ഇവരെയൊക്കെ വിട്ടുകൊടുക്കണം എന്നുള്ള ആവശ്യത്തിൽ ഇസ്രായേലിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചാൽ ഇവരെയൊക്കെ ഇസ്രായേൽ വിട്ടയക്കുമോ
അതിൻ്റെ പേരിൽ തർക്കമുണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് ഇപ്പോൾ ഈ ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് കരുതിയിരുന്ന 2 വർഷം നീണ്ട ഒരു മഹായുദ്ധത്തിന് ഏതാണ്ട് 67,000 ഫലസ്തീനികളുടെയും ഏതാണ്ട് 2,000-ലധികം ഇസ്രായേലികളുടെയും ജീവനെടുത്ത ഈ യുദ്ധത്തിന് അറുതി വരാൻ പോകുന്നു എന്ന സൂചന പോലും മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ആശ്വാസം നൽകുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമടക്കം അനാവശ്യമായ ഇടപെടൽ നടത്തുകയും അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും നൊബേൽ സമ്മാനം തനിക്ക് വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് സ്വയം ഇളിഭ്യനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായ അപമാനത്തിൻ്റെ അറുതിയാണ് ഈ നേട്ടം. ഇത് ട്രംപിൻ്റെ മാത്രം വിജയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ നേട്ടത്തിന് ട്രംപ് നൊബേൽ സമ്മാനത്തിന് അർഹനാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്നാൽ നൊബേൽ സമ്മാനം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ ഇന്നലെ പൂർത്തിയായ ഈ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് അത് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ബാക്കിയാണ്. മാത്രമല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കരാർ ഇങ്ങനെ തന്നെ നടപ്പിലാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരിക്കവേ ട്രംപിന് അതിനു മുമ്പ് നൊബേൽ സമ്മാനം കൊടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ്. പക്ഷേ ഇത് പൂർത്തിയായാൽ, ഇത് വിജയിച്ചാൽ ട്രംപ് നൊബേൽ സമ്മാനത്തിന് ഇക്കുറി അല്ലെങ്കിൽ അടുത്ത തവണ അർഹനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇങ്ങനൊരു ഒത്തുതീർപ്പ് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം. കാരണം ഹമാസിൻ്റെ അടിവേരിളക്കാതെ ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന വാശിയിലായിരുന്നു ഇസ്രായേൽ. അതേസമയം ഇസ്രായേലികളായ തടവുകാർ ഉള്ളതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോയി യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സേന മടിക്കുകയും ചെയ്തു. അതിനാണിപ്പോൾ അറുതിയുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ സേനയ്ക്ക് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന വിധത്തിൽ സകല തടവുകാരെയും വിട്ടയക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ആരുടെ വിജയമാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. ഒരു തർക്കവും വേണ്ട, ഇത് ഇസ്രായേലിൻ്റെ വിജയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ തീർക്കാൻ ഒരു തരത്തിലും പ്രയാസമുള്ളത് കൊണ്ടല്ല ഇതുവരെ അവർ ചെയ്യാതിരുന്നത്. നേരെ മറിച്ച് ഇസ്രായേലികളായ 48 പേർ മൃതദേഹമടക്കം ഹമാസിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ജീവൻ അപകടത്തിലാവും എന്ന് ആശങ്കപ്പെട്ട് ഇസ്രായേൽ മടിച്ചു നിൽക്കുകയായിരുന്നു. അവരെ വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ എളുപ്പമാണ്. അതേസമയം ഹമാസിൻ്റെ പൂർണ്ണ തോൽവി എന്ന് പറയാനും കഴിയില്ല. ഹമാസിൻ്റെ അടിവേരുമാന്തിയെ ഇത് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടും ഹമാസുമായി ചർച്ച ചെയ്യേണ്ടി വന്ന സാഹചര്യം ഇസ്രായേലിന് തിരിച്ചടി തന്നെയാണ്. മാത്രമല്ല, അനേകം ഇസ്രായേലികളെ കൊന്നൊടുക്കിയ ഹമാസ് ഭീകരവാദികളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നതും ഇസ്രായേലിന് തിരിച്ചടിയാണ്. എന്നാൽ അങ്ങനെ ഇസ്രായേൽ വഴങ്ങുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ടാവും എന്നും ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ വിജയമാണിത് എന്ന് നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. ഈ വെടിനിർത്തൽ ഇങ്ങനെ തുടർന്നാൽ ഹമാസിനോട് പ്രവർത്തിക്കാനും ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യവും ലഭിച്ചാൽ തീർച്ചയായും ഹമാസിന് വിജയം തന്നെയാണ്. എന്നാൽ അതിന് ഇസ്രായേൽ അനുവദിക്കും എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹമാസിൻ്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ചു പേർ മാത്രമാണ്. കേരളത്തിലെ ചില ഹമാസികൾ അവർ എക്കാലത്തും ഇസ്രായേലിൻ്റെ നാശം ആഗ്രഹിക്കുകയും ഇസ്രായേലിൻ്റെ പരാജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അവർ ആവേശത്തോടുകൂടി പറഞ്ഞു നടക്കുന്നത് ഹമാസ് വിജയിച്ചു, ഇസ്രായേൽ തോറ്റമ്പി എന്നാണ്. അവരുടെ ഇടങ്ങളിൽ വന്ന ചില പോസ്റ്റുകൾ ഇങ്ങനെയാണ്: ഹമാസിനെ തീർത്തില്ല, ഗസ പിടിച്ചെടുത്തുമില്ല, ഒടുവിൽ ഗതികെട്ട് ഇസ്രായേൽ കീഴടങ്ങി. ഇത് ഇവരുടെ ഒരു ആത്മരതിയുടെ ഭാഗമാണ്. റാഫി കൊച്ചിൻ ഇങ്ങനെ എഴുതുന്നു: ഇസ്രായേലിൻ്റെ അടിയറവ്. അവസാനം യാഹിയ സിൻവറിൻ്റെ വാക്ക് അതേപടി ഹമാസിൻ്റെ പുലിക്കുട്ടികൾ നിറവേറ്റിയിരിക്കുന്നു. ഹമാസുമായുള്ള ഉടമ്പടിയിലൂടെ അല്ലാതെ തങ്ങളുടെ പക്കലുള്ള ഒരൊറ്റ ബന്ദിയെയും മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന വാക്ക്. മരിക്കാൻ ഭയമില്ലാത്ത ജനതയെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ആയുധ ശക്തിക്കും കഴിയില്ല എന്നതാണ് ഗസയും ഹമാസും ലോകത്തെ പഠിപ്പിക്കുന്നത്. സമാനതകളില്ലാത്ത സഹനവും ത്യാഗവും ജീവനും രക്തവും നൽകിയാണ് ഗസയിലെ ജനതയും ഹമാസും ഇത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഇത് ആയുധ ശക്തിക്ക് മുമ്പിൽ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഇത് ആണവശക്തികൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യ പോരാളികളുടെ ചെറുസംഘത്തിൻ്റെ വിജയമാണ്. ഇത് ലോകമെമ്പാടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന ചെറുസംഘങ്ങൾക്ക് പ്രതീക്ഷയുടെ പൊൻകിരണങ്ങൾ സമ്മാനിക്കുന്ന ചെറുത്തുനിൽപ്പിൻ്റെ വിജയമാണ്. മറ്റൊരു കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു പടമിട്ടിട്ട് ഇടതുനിന്ന് രണ്ടാമതിരിക്കുന്ന മനുഷ്യനാണ് ഡോക്ടർ ഖലീൽ ഹയ്യ. സയനിസ്റ്റ് ഭീകരന്മാർ ഖത്തറിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച പോരാളികളുടെ നേതാവ്. ഈജിപ്തിലെ ഖർമൂഷൈക്കിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇരിക്കുന്ന ഫോട്ടോയാണിത്. തന്നെ വധിക്കാൻ ശ്രമിച്ച സയനിസ്റ്റ് പ്രതിനിധികളുടെ മുന്നിലാണ് ആ ഇരുത്തം. അവരെ തന്നെ നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവന്ന ആ മനുഷ്യൻ്റെ കരുത്ത്. ഈ ചരിത്രമൊക്കെ സംഭവിച്ച കാലത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. കാലം സാക്ഷി. ഒരു കുറിപ്പോട് വായിക്കാം: കെ അബ്ദുൽ ജബ്ബാർ. സംഘയും ക്രിസംഘയും നാസ്തിക മോർച്ചയും ഇതെങ്ങനെ സഹിക്കും?
2 ആഴ്ച കൊണ്ട് ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ഹമാസുമായി ചർച്ച നടത്തി പരസ്പരം ബന്ദികളെ വിട്ടുകൊടുക്കാൻ കരാറുണ്ടാക്കിയിരിക്കുന്നു. വംശഹത്യ നിർത്താൻ, ബോംബിടുന്നത് നിർത്താൻ നൊബേൽ സമ്മാനത്തിന് വേണ്ടി ട്രംപ് തീരുമാനമെടുത്തിരിക്കുന്നു. ഇത്തവണത്തെ നൊബേൽ സമ്മാനം നെതന്യാഹുവിനും ഡൊണാൾഡ് ട്രംപിനും പങ്കുവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആഹ്ലാദമാണ് ഇവർ നടത്തുന്നത്. വാസ്തവത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല എന്നതാണ് സത്യം. 1948 ഇസ്രയേലിന് രൂപം കൊടുക്കുമ്പോൾ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിനും രൂപം കൊടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ ഇസ്രയേലും അംഗീകരിച്ചിരുന്നു. ഇസ്രയേലിന് റോളില്ല, കാരണം അന്ന് ഇസ്രയേലില്ല. അന്ന് അറബ് രാജ്യങ്ങൾ അതിനെ എതിർത്തത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒരു തരത്തിലും ജെറുസലേമിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. 2, ഇസ്രയേൽ ഉണ്ടാവാൻ പാടില്ല. ഇസ്രയേലിനെ ഇല്ലാതാക്കി ഇസ്രയേലിന്റെ ഭൂപ്രദേശം കൂടി പിടിച്ചെടുത്ത് ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് ഈ കണ്ട കാലയളവിൽ അവർ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത്. എന്നിട്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പോലും വിട്ടുകൊടുക്കാം എന്നീ കരാറിലില്ല. എന്തിനേറെ ജെറുസലേമിന്റെ കാര്യത്തിൽ ഒരു ധാരണയുമില്ല. അതും പോട്ടെ, ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കും എന്ന് പോലും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. തടവിലായിരിക്കുന്ന മുഴുവൻ ഇസ്രായേലുകാരെ വിട്ടുകൊടുക്കുക, പകരം കുറെ ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുക എന്നതല്ലാതെ ഇക്കരാറിൽ മറ്റൊന്നുമില്ല. ഇത് പൂർണ്ണമായും ഹമാസിന്റെ തോൽവിയാണ്. ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവരുടെ തോൽവിയാണ്. ഹമാസിന്റെ കൈവശമിരിക്കുന്ന തടവുകാരെ വിട്ടുകിട്ടിയാൽ പിന്നെ ഇസ്രായേൽ തനിനിറം കാണിക്കും എന്ന് ഇവർക്കറിയാത്തത് കൊണ്ടല്ല. വരാൻ പോകുന്ന കൂത്ത് നേരത്തെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ.